ഇന്നത്തെ വീഡിയോയിൽ ഈ രണ്ടു പേർ ഒരു ഗ്രാൻഡ് പ്രൈസിനായി തമ്മിൽ പോരാടുന്നു. ഹലോ, എന്റെ പേര് ടോം ദേവമായിരുന്നു. ഹലോ, എന്റെ പേര് അഭിജിത്ത്. അപ്പോൾ നമുക്ക് ഒരു സീരീസ് ഓഫ് ചാലഞ്ചസ് ആണുള്ളത്. ഈ ചാലഞ്ച് ഞാൻ തന്നെ ജയിക്കും. ഞാനും ഈ ഗ്രാൻഡ് പ്രൈസ് എന്താണെന്ന് എനിക്ക് അറിയില്ല, എന്നാലും എനിക്ക് വേണം. ഈ പ്രൈസ് അവന് കിട്ടില്ല, എനിക്കുള്ള. ചാലഞ്ച് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് മനസ്സിലായി രണ്ടുപേരും ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യുമെന്ന്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചലഞ്ചിന് 5 പെനാൽറ്റി ചലഞ്ച് ആയിരിക്കും. ലെറ്റ്സ് ഗോ. അപ്പോൾ ആദ്യത്തെ ചലഞ്ചിനായി എന്റെ കയ്യിൽ ഒരു ഫുട്ബോൾ ഉണ്ട്, പിന്നെ ഒരു ഗോൾ പോസ്റ്റ് ഉണ്ട്, 2 കണ്ടസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും തമ്മിൽ 5 പെനാൽറ്റി അടിക്കും. ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്ന ഫസ്റ്റ് റൗണ്ട് ജയിച്ചു. ഈ ഗ്രാൻഡ് പ്രൈസ് എനിക്ക് മാത്രമുള്ളത്. അതും പറഞ്ഞ് രണ്ടുപേരും പെനാൽറ്റീസിനായി തയ്യാറായി. അപ്പോൾ ലെറ്റ്സ് ഗോ. ആ ഗ്രാൻഡ് പ്രൈസ് ഒരു ലംബോർഗിനി ആകുമോ, ബുഗാട്ടി ആകുമോ, പോർഷ ആകുമോ? ഫസ്റ്റ് പെനാൽറ്റി, ഹിയർ വി ഗോ. എനിക്ക് മനസ്സിലായി അവൻ ജയിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങി തിരിച്ചതാണെന്ന്. പക്ഷേ ഞാൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത് ടോം അപ്പോൾ തന്നെ കുറച്ച് വെറിയിടായിരുന്നു. Oh, he scored. നമുക്ക് ആദ്യത്തെ മിസ് ഇവിടെ വെച്ചിരിക്കുന്നു. 3 പെനാൽറ്റിയിൽ ഒരെണ്ണം ടോം മിസ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് റൗണ്ട് അഭിജിത്ത് കൊണ്ടുപോകുമോ അതോ ടോം കയ്യിലാക്കുമോ? ഞാൻ കാലിലാക്കും. അങ്ങനെ ടോം 4 ഗോൾ അടിച്ചു. അഭിജിത്തെ, നിനക്കൊരു ഓപ്ഷൻ. ഇപ്പോൾ നിനക്ക് സ്വയം ഈ ചാലഞ്ചുകളിൽ നിന്ന് 500 രൂപയ്ക്ക് സ്വയം എലിമിനേറ്റ് ചെയ്ത് പുറത്തു പോകാം. നീ പുറത്തു പോകുന്നു 500 രൂപയ്ക്ക്, അല്ലെങ്കിൽ എന്റെ കാശ് തരാനില്ല. ആദ്യത്തെ പെനാൽറ്റി അങ്ങനെ ആകാംക്ഷയോട് നോക്കി നിൽക്കുമ്പോഴാണ് ഇത് സംഭവിച്ചത്. ഒരെണ്ണം കൂടി അഭിജിത്ത് മിസ് ചെയ്താൽ അവൻ ഈ റൗണ്ട് കയ്യിൽ നിന്ന് പോയി. അഭിജിത്തിന്റെ മൂന്നാമത്തെ പെനാൽറ്റി. അങ്ങനെ ആയത്തിനോട് ജയിച്ചുകൊണ്ട് ടോമിന് ഒരു പോയിന്റ്. അപ്പോൾ രണ്ടാമത്തെ ചലഞ്ചിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. ഒരു കയ്യിൽ ഹാഫ് വെള്ളം നിറച്ച് ജാറും മറ്റേ കയ്യിൽ നല്ല വെയിലുള്ള ടയറും എടുത്ത് 2 റൗണ്ട് ഓടി ആദ്യം എത്തുന്ന ആളായിരിക്കും ജയിക്കുന്നത്. ലെറ്റ്സ് ഗോ. ഓക്കെ, ഞാൻ പറയുമ്പോൾ അങ്ങനെ രണ്ടുപേരും എങ്ങനെ പരിപാടി എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ അങ്ങോട്ട് ചെന്നു. അത് പറഞ്ഞത് രണ്ടുപേരും ഉള്ള സ്പീഡ് മുഴുവൻ എടുത്ത് ഓടാൻ തുടങ്ങി. തിരിച്ചും പോണം. അപ്പൊ ഇത് ഓടിയാ നിനക്ക് ജയിക്കാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഭാരം എന്തായാലും മാത്രം ഉണ്ടെന്ന്. അങ്ങനെ രണ്ടാമത്തെ റൗണ്ട് കീഴടക്കിക്കൊണ്ട് ടോം മുന്നിലേക്ക്. അങ്ങനെ രണ്ടാമത്തെ റൗണ്ട് ജയിച്ചുകൊണ്ട് ടോമിന് വീണ്ടും പോയിന്റ്. അപ്പോൾ നമ്മുടെ അടുത്ത ചലഞ്ചിലേക്ക് നമ്മൾക്ക് പോകാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ റൗണ്ട്. ഈ 2 ജാറിന്റെ ഇടയ്ക്ക് ഒരു കോൺ ഉണ്ട്. നിങ്ങൾക്ക് 2 കണ്ടസ്റ്റൻസിനും 10 ട്രൈ ഉണ്ട് ഒരു കുഞ്ഞു ബോൾ എറിഞ്ഞ് ഈ കോണിട്ട് കൊള്ളിക്കാൻ. പക്ഷേ അവർ എറിയുന്ന ഏതെങ്കിലും ഒരു ട്രൈ 2 ജാറിൽ ഏതെങ്കിലും ജാറിൽ കൊള്ളുവാണെങ്കിൽ അവരുടെ ഓരോ ട്രൈ വീതം മൈനസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആദ്യത്തെ എറിയൽ, ഒരു എറിയൽ മൈനസ് ആയി. അവിടെ ഒരു ലൈൻ ഉണ്ട് കൈസ്, അതിന്റെ പുറകിൽ നിന്ന് അവൻ എറിയാൻ പറ്റും. അതും മൈനസ് ആയി. ഇതെങ്കിലും അവന് കൊള്ളിക്കാൻ പറ്റുമോ? ഓ, പറ്റിയില്ല. ഓക്കെ, 5 ട്രൈ മിച്ചം. ആ ഒരെണ്ണം കൊണ്ടത് ജയിക്കാനുള്ള പ്രതീക്ഷ അവനിൽ പിന്നെയും കൂട്ടിയെന്ന് വേണം നമുക്ക് കരുതാൻ. അടുത്തത് എങ്ങനെയെങ്കിലും കൊള്ളിക്കണമെന്ന് അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അവനെ കണ്ടപ്പോഴേ മനസ്സിലായി. കൊള്ളിച്ചോളൂ. ഈ ടൈമിൽ ഫുൾ പ്രഷർ ടോമിലായിരുന്നു. ഒരെണ്ണമെങ്കിലും അവനെ കൊള്ളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ റൗണ്ട് അഭിജിത്ത് കൊണ്ടുപോകും. അപ്പോൾ ടോമിന്റെ ആദ്യത്തെ ട്രൈ കൊണ്ടില്ല. നിനക്ക് ഞാൻ ഇപ്പോൾ ഒരു ലംബോർഗിനി തരും. സ്വയം എലിമിനേറ്റ് ചെയ്യുന്നു. ബുഗാട്ടി മതി. ഒരെണ്ണം കൊണ്ടു. വെൽ, അത് കൊണ്ടത് അവന് ഒന്നുകൂടെ ജീവൻ നൽകി. ഒരെണ്ണം കൂടെ കുളിച്ച് എങ്ങനെയും ജയിക്കണമെന്ന് അവന്റെ മനസ്സിലുണ്ടായിരുന്നു. രണ്ടു പേർക്കും ഈ റൗണ്ടിൽ പോയിന്റ് കിട്ടിയിരിക്കുന്നു. അങ്ങനെ ഈ റൗണ്ട് ജയിച്ചുകൊണ്ട് 2 പേർക്കും പോയിന്റ് കിട്ടി.
അപ്പോൾ നമ്മുടെ ഈ ഫൈനൽ ചലഞ്ച് എന്താണെന്ന് പറഞ്ഞാൽ 2 പേർക്കും 2 പെട്ടി കാണും. അപ്പോൾ ഇത് ഫുൾ അബൌട്ട് ട്രസ്റ്റ് ആയിരിക്കും. 2 പേർക്കും 2 പെട്ടി എടുക്കാം. അപ്പോൾ ഈ പെട്ടിക്ക് അതൊരു സംഭവമുണ്ട്. ഒരു പെട്ടിക്ക് അത് നോട്ട് സേഫ് എന്നും ഒരു പെട്ടിക്ക് അത് സേഫ് എന്നുമായിരിക്കും. അപ്പോൾ സേഫ് കിട്ടുന്നയാൾ ജയിക്കും, നോട്ട് സേഫ് എന്ന് പറയുന്ന ആൾ ഔട്ടാകും. അപ്പോൾ സേഫ് കിട്ടുന്നയാൾക്ക് എക്സ്ട്രാ 5 പോയിന്റ്സ് ആണ്. ലെറ്റ്സ് ഗോ. ഏറ്റവും കൂടുതൽ ചലഞ്ച് ചെയ്ത് ടോമാണ്, അതുകൊണ്ട് അവനായിരിക്കും പെട്ടി ചൂസ് ചെയ്യാനുള്ള ചാൻസ് കിട്ടുന്നത്. അപ്പോൾ അവൻ്റെ പെട്ടിക്ക് അത് സേഫ് ആണെങ്കിൽ അഭിയത്ത് ആ സേഫ് മേടിക്കുകയാണെങ്കിൽ അഭിയത്ത് സേഫായി ജയിക്കും. പക്ഷേ ടോമിൻ്റെ ഈ നോട്ട് സേഫ് ആണ്. അവൻ അഭിയത്തിനെ എങ്ങനെയും അത് മേടിക്കാൻ കൺവിൻസ് ചെയ്യുകയാണെങ്കിൽ അഭിയത്ത് തോക്കും, ടോം ജയിക്കും. അപ്പോൾ എന്താകും നമുക്ക് നോക്കാം. അപ്പോൾ ടോമേ, നീയാണ് എല്ലാ ചലഞ്ചും ജയിച്ചത്, കൂടുതൽ ചലഞ്ച് ജയിച്ചത്. അതുകൊണ്ട് ഒരു ബോക്സ് നിനക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, സൂക്ഷിച്ച് വേണം. സേഫ് ആവാം, നോട്ട് സേഫ് ആവാം. ഈ ഒരു നിമിഷം ടോം വീണ്ടും ആലോചിച്ചിട്ട് സെലക്ട് ചെയ്തത് ഇതാണ്. ഓക്കെ, അപ്പോൾ ടോം അതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ലെറ്റ്സ് ഗോ. അവന് കിട്ടുന്നത് സേഫ് ആയിരിക്കുമോ നോട്ട് സേഫ് ആയിരിക്കും? ഇപ്പോൾ തന്നെ നിങ്ങൾ പോയി കമന്റ് ഇടുക. അപ്പോൾ അവൻ തുറന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ പെട്ടിയാണ്, എന്ത് ചെയ്യാൻ. ഇനിയെല്ലാം അഭിജിത്തിന്റെ കയ്യിലാണ്. അവനത് മേടിക്കുകയാണെങ്കിൽ അവൻ സേഫ്, അവനത് മേടിച്ചില്ലെങ്കിൽ അഭിജിത്ത് ഔട്ട്. ഈ ബോക്സ് സേഫ് എന്ന് എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് വേണോ? ശരിക്കും സേഫ് എന്ന് എഴുതിയേക്കും. ശരിക്കും ഉറപ്പാണല്ലോ? ഉറപ്പിച്ചോ നിനക്ക് ആ ബോക്സ് വേണ്ടെന്ന്? വേണം. ഉറപ്പിച്ചു. നോട്ട് സേഫ് ആണെങ്കിൽ നീ തോറ്റു. വേണ്ട, അത് ഉറപ്പിച്ചോ. ഓക്കെ, അപ്പോൾ 3, 2, 1 ഉറപ്പിച്ചെങ്കിൽ ഞാൻ ഉറപ്പിച്ചു എന്ന് 3 പ്രാവശ്യം പറ. ടോം സത്യമാ പറഞ്ഞേ. ടോം ആദ്യം സത്യമാ പറഞ്ഞേ. അവൻ സേഫ് ആയിരുന്നു, എടുത്തോളാം. നീ എന്തിനാ വേണ്ടെന്ന് പറഞ്ഞേ? ഞാൻ ജയിച്ചു. ലെറ്റ്സ് ഗോ. ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അഭിജിത്തിന് സങ്കടമായെന്ന്. മര്യാദയ്ക്ക് അത് എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ നമ്മൾ ടോമിന് സമ്മാനം കൊടുക്കുകയാണ്, ദ ഗ്രാൻഡ് പ്രൈസ്. അപ്പോൾ പിടിച്ചോളൂ, റിമോട്ട് കൺട്രോൾ ബ്രാൻഡ് ന്യൂ കാർ. ലെറ്റ്സ് ഗോ. ഓർഡർ ചെയ്ത് കുറച്ച് ദിവസമായത്. അപ്പോൾ എനിക്കെന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ്. ചിലപ്പോൾ അടുത്തത് നിങ്ങളാകാം, ചിലപ്പോൾ മാത്രം.